ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ കിയ സെൽറ്റോസിൻ്റെ HTK+ എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണിത്. ശരിക്കും തേർഡ് വേരിയൻ്റാണ്. കിയ സെൽറ്റോസിൽ ഏറ്റവും വാല്യൂ ഫോർ മണി വേരിയൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് ഈ HTK+ വേരിയൻ്റ് തന്നെയാണ്. ഇപ്പോൾ കുറച്ചും കൂടി വാല്യൂ ഫോർ മണി ആക്കാനായിട്ട് കിയ കുറച്ചധികം പുതിയ ഫീച്ചേഴ്സും കൂടിയും ഈ വേരിയൻറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ഈ വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക്കും കൂടിയും ഇപ്പോൾ വരുന്നുണ്ട്. പെട്രോളിനും ഡീസലിനും ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ HTK+ വേരിയൻറ്റിന് എന്തെല്ലാമാണ് പുതിയ ഫീച്ചേഴ്സ്, എത്രയാണ് ഓൺ റോഡ് പ്രൈസ് എന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തു. പുതിയ കിയ സെൽറ്റോസിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരെ ഓൾമോസ്റ്റ് സെയിം ലുക്കാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ HTK+ വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ടോപ്പിലായിട്ട് ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു DRL ഉൾപ്പെടുത്തിയിരിക്കുന്നു. ടോപ്പ് എൻഡ് വേരിയൻറ്റിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു കണക്റ്റഡ് DRL ആണ് വരുന്നത്. HTK+ൽ ഈ ഒരു എൽ ഷേപ്പ് എന്നൊക്കെ പറയാൻ പാകത്തിനുള്ള ഒരു DRL ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് താഴെയായിട്ട് പ്രൊജക്റ്റഡ് ഹാലജൻ ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ HTK+ൽ അഡീഷണൽ ആയിട്ട് വന്നതാണ് ഈ പ്രൊജക്റ്റഡ് ഹാലജൻ ആയിട്ടുള്ള ഫോഗ് ലൈറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫ്രണ്ടിലെ ഗ്രില്ല് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ടോപ്പിലും താഴെയെല്ലാം നമുക്കൊരു സിൽവർ സ്ട്രിപ്പ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിയയുടെ ബാഡ്ജിങ്ങും ആ ഒരു സിൽവർ കളറിൽ തന്നെയാണ് വരുന്നത്. താഴെയായിട്ട് നമുക്ക് ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗവും വരുന്നുണ്ട്. കിയ സെൽറ്റോസിൽ ഏറ്റവും ബെസ്റ്റ് കളർ എന്ന് വിളിക്കാവുന്നത് ഈ ബ്ലാക്ക് കളർ തന്നെയാണ്. അതിനകത്ത് ആ ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ കോംബോ ശരിക്കും നല്ല ഭംഗി തരുന്നുണ്ട്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് വരുന്നത്. ഡയമണ്ട് കട്ടൊന്നുമില്ല, നോർമൽ പഴയ സെൽറ്റോസിൽ കണ്ട സെയിം അലോയ് വീൽസ് തന്നെയാണ്. 205, 65 16 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് വരുന്നത്. കിയയുടെ ഒരു ബാഡ്ജിങ് നമുക്ക് നടുക്ക് ഒരു ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നു. ഇനിയും ഇൻഡിക്കേറ്റേഴ്സ് നമ്മളുടെ മിറേഴ്സിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് LED ഇൻഡിക്കേറ്റേഴ്സാണ് വരുന്നത്. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ഇപ്പം നമുക്ക് HTK+ വേരിയൻറ്റിൽ കീലെസ് എൻട്രി വരുന്നുണ്ട്. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പനോറമിക് സൺറൂഫ് കാണാം. അതായത് HTK+ൽ പുതിയതായിട്ട് ഉൾപ്പെടുത്തിയുള്ള രണ്ടാമത്തെ ഫീച്ചറാണ് ശരിക്കും പനോറമിക് സൺറൂഫ്. DRL വന്നു, പനോറമിക് സൺറൂഫ് വന്നുകൊണ്ട് നമുക്ക് റൂഫ് റെയിൽസിൽ സിൽവർ ഇൻസെറ്റ് കാര്യങ്ങൾ കാണാം. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിന ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളെല്ലാം ആ ഒരു ബോഡി കളർ ബ്ലാക്ക് തന്നെയാണ് വരുന്നത്. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ബാക്കിൽ നിന്നുള്ളൊരു ലുക്ക്. ഇപ്പോൾ HTK+ തൊട്ട് നമുക്ക് ബാക്കിൽ കണക്റ്റഡ് DRLs ആണ് വരുന്നത്. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം പറഞ്ഞ രീതിയിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. ബാക്കിൽ സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഡീഫോഗർ, വാഷർ ആൻഡ് വൈപ്പറോട് കൂടിയ ഗ്ലാസ്സുകളാണ്. ആ LED കണക്റ്റഡ് DRL കാണാം. അതിൻ്റെ നടുക്ക് കിയയുടെ ബാഡ്ജിങ്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇവിടെ താഴെയായിട്ടാണ് ബ്രേക്ക് ലൈറ്റ് വരുന്നത്. റിവേഴ്സ് ലൈറ്റ് വരുന്നത് നമുക്കിവിടെ താഴെയായിട്ട് വരുന്നു. അതിന് ചേർന്ന് തന്നെ റെഡ് കളർ റിഫ്ലക്ടേഴ്സും വരുന്നുണ്ട്. ഇത് അതിൻ്റെ ഓട്ടോമാറ്റിക് വരുന്നതാണ്. IVTയുടെ ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് വരുന്നത്. താഴെ നമുക്കിവിടെ ഒരു സിൽവർ സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം വരുന്നുണ്ട്. നമ്മുടെ റിവേഴ്സ് ക്യാമറ കൊടുത്തിരിക്കുന്നത് കിയ ലോഗോൻ്റെ വശത്തായിട്ടാണ്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അത്യാവശ്യം സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ് ഈ വാഹനത്തിന്. ബൂട്ടിൽ നമുക്കൊരു ബൂട്ട് ലൈറ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല. നമുക്ക് ഈ ബൂട്ടിലെ ഈ മാറ്റ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ 205, 65 16 സെയിം സൈസ് ആയിട്ടുള്ള സ്റ്റീൽ സ്പെയർ വീൽസ് ആണ് വരുന്നത്. ബാക്കിൽ വേറെ പാർസൽ ട്രേ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇനി നമ്മൾ ഇൻറ്റീരിയറിലെ ഫീച്ചേഴ്സ് നോക്കാം. ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ HTK+ വേരിയൻറ്റ് തൊട്ട് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫുള്ളി ബ്ലാക്ക് കളറിലാണ് കിയ സെൽറ്റോസിൻ്റെ ഇൻറ്റീരിയേഴ്സ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചെറിയ സിൽവർ ടച്ച് അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിൽ സെൽറ്റോസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ്ങോട് കൂടി ഒരു സിൽവർ ഇൻസെർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ സിൽവർ ലൈൻ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഗിയർ ലിവിന് ചുറ്റും സിൽവർ ഇൻസെർട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെ ചെറിയൊരു സിൽവർ ടച്ച് മാത്രമാണ് ഒരു പ്രീമിയം ഫീൽ തരാനായിട്ട്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡോർ ഹാൻഡിൽ സിൽവർ കളറിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് സിൽവർ ഫിനിഷ് കാണാം. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല. സ്പീക്കറിൻ്റെ ഗ്രില്ല് കാണാം. ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. നമുക്കിവിടെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ എന്നുള്ള വരുന്നത് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ്. അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ വാഹനത്തിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് വരുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് അകത്ത മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. താഴെയുള്ള സിൽവർ ഇൻസൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് സെൽട്ടോസ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടതുവശത്ത് ഫോൺ ആൻഡ് മ്യൂസിക് കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോൾ പ്ലസ് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ടെലസ്കോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആയതുകൊണ്ട് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് IVT ആണ്. അതിന്റെ പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഇത് ഓട്ടോ ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. RPM മീറ്ററും സ്പീഡോമീറ്ററും ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്ക് ഒരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന സ്റ്റിയറിംഗ് വീലിലെ ഈ ബട്ടൺസ് ഉപയോഗിച്ചിട്ടാണ്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് അതിനകത്ത് കാണാനായിട്ട് പറ്റും. ആവറേജ് ഫ്യൂവൽ, ഡിസ്റ്റൻസ് ടു എംപ്റ്റി, ടയർ പ്രഷർ മോണിറ്റർ, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അതിനകത്ത് കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ കിയ വാഹനങ്ങളിലും കണ്ടുവന്നിട്ടുള്ള സെയിം ഒരു 8 ഇഞ്ചിന്റെ മ്യൂസിക് സിസ്റ്റം ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടുകൂടി ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ്. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് കൂടി ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ അതിന്റെ പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാം. ഫ്രണ്ടിലും ബാക്കിലും പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ്. കിയയുടെ എല്ലാ വാഹനങ്ങളിലും റിവേഴ്സ് ക്യാമറ എല്ലാം നല്ല ക്ലാരിറ്റിയുള്ള രീതിയിലാണ് ഉൾപ്പെടുത്താറ്. അതിന് താഴെയായിട്ട് നമുക്ക് AC വെൻസ് കൊടുത്തിരിക്കുന്നു. AC വെൻസിന് നടുക്കെല്ലാം ഒരു സിൽവർ ഇൻസൈറ്റ് വരുന്നുണ്ട്. അതിന് നടുക്കായിട്ട് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ കാണാം. അതിന് താഴെയായിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ യൂണിറ്റ്, നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് കാണാം. അതിന് താഴെയായിട്ട് നമുക്കിവിടെ 12 വോൾട്ടിന്റെ ഒരു ചാർജിംഗ് പോർട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, USB Type-C ചാർജിംഗ് പോർട്ട് വരുന്നു. ഇതാണ് വാഹനത്തിന്റെ കീ വരുന്നത്. ഒരു പ്രീമിയം ഫീൽ തരുന്ന ഒരു കീ ആണ്. ഇപ്പം മറ്റു വാഹനങ്ങളുടെ കീയിൽ ഇവിടെ ഈ ഒരു 2 വശത്തായിട്ട് ബട്ടൺസ് കാണുന്നെങ്കിൽ ഇപ്പോൾ പുതിയ കിയയുടെ കീയിൽ വശങ്ങളിലായിട്ടാണ് അതിൻ്റെ ബട്ടൺസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ്. ലോക്ക് ആൻഡ് അൺലോക്ക്, ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ളത്, ഹോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നമുക്കിത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആയതുകൊണ്ട് ഇതിനകത്ത് ഡ്രൈവ് മോഡുകൾ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഓട്ടോമാറ്റിക് ഗിയർ ലിവർ കാണാം, IVT ആണ്. ഇവിടെ വശങ്ങളിലായിട്ട് നമുക്ക് പാർക്കിംഗ് സെൻസർ, ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസർ അനോയിങ് ആണെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. സെൻട്രലിൽ ഒരു ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടി കോ ഡ്രൈവർ സീറ്റാണ്. നമുക്ക് നമ്മളുടെ സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഈ വേരിയന്റിൽ കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും നമ്മളുടെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറിലുള്ള ഡാഷ്ബോർഡാണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ ഒരു ഗ്ലോ ബോക്സ് കാണാം. അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. ഇനി ഇവിടെ ടോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽ കാണാം, സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വരുന്നു, വിത്ത് മിററാണ്. അത്യാവശ്യം വലിയ മിററാണ് ഇതിൽ കാണുന്നത്. സെൻട്രൽ IRVMs, മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വരുന്നുണ്ട്. ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ്, മിററൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് സെൻട്രലായിട്ട് ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കാണാം. ഇപ്പോൾ കിയയുടെ സൺറൂഫ് വരുന്ന എല്ലാ വാഹനങ്ങളിലും നമുക്ക് സൺഗ്ലാസ് ഹോൾഡറും കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് 2 റീഡിംഗ് ലൈറ്റ് വരുന്നു. രണ്ടും LED റീഡിംഗ് ലൈറ്റുകളാണ്. പിന്നെ നമുക്ക് ഈ വാഹനത്തിന്റെ ഒരു മെയിൻ ഫീച്ചറായിട്ട് പറയാവുന്ന പനോറമിക് സൺറൂഫ് കാണാം. അത് അങ്ങ് ബാക്ക് അറ്റം വരെയുള്ള വലിയ സൺറൂഫുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരിക്കും HTK ഓപ്ഷനിൽ പുതിയതായിട്ട് വന്ന മെയിൻ ഫീച്ചറുകളിൽ ഒന്നാണ് ഈ സൺറൂഫ്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന്റെ ഇന്ത്യയിൽ നിന്നുള്ള ഫീച്ചേഴ്സ്. ഇനി ബാക്കിലെ യാത്രക്കാരുടെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഇപ്പോൾ കിയയുടെ ഒരുവിധ എല്ലാ വാഹനങ്ങളുടെയും സെക്കൻഡ് വേരിയന്റ് തൊട്ടേ കിയ സൺ ബ്ലൈൻഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മളുടെ നാട്ടിലെ വെതർ ആൻഡ് ടെമ്പറേച്ചറിന് ഏറ്റവും വേണ്ട ഒരു ഫീച്ചറാണ് ഈ സൺ ബ്ലൈൻഡ്സ്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ബ്ലാക്ക് കളറിലാണ്. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് എല്ലാം ക്രോം കളറിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ബാക്ക് സീറ്റ്. ബാക്കിലെ ഹെഡ് റെസ്റ്റുകൾ ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. അതും നടുക്കൊരു ഹെഡ് റെസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. 3 പേർക്കുള്ള ഇൻഡിവിജ്വൽ സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്. ഇനി നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സെൽട്ടോസിന്റെ ബാക്കിലെ സ്പേസ് ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. മാസീവായിട്ടുള്ള ബാക്ക് സ്പേസ് തരുന്നൊരു വാഹനമാണ്. ബാക്കിൽ നമുക്ക് AC വെൻസ് വരുന്നു. 2 Type-C ചാർജിങ് പോർട്ടുകൾ വരുന്നു. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാലൊക്കെ അകത്ത് വെച്ച് സുഖമായിട്ടിരിക്കാം. നല്ല ലെഗ് റൂമും നീ റൂമുമാണ്. ഇപ്പോൾ പലർക്കുള്ള സംശയമായിരിക്കും
സൺറൂഫ് വന്നപ്പോൾ ഹെഡ് റൂമിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. ഇപ്പോൾ സൺറൂഫിൻ്റെ ഓപ്പണിംഗ് നമുക്ക് ഇവിടം വരെ വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഹെഡ് റൂം ബാലൻസ് കാണാം. നല്ല വൈഡ് ആയിട്ടുള്ള ബാക്ക് വശമാണ്. ബാക്കിൽ നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് വരുന്നു, സ്പ്രിംഗ് ആയിട്ടുള്ള. വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും ബാക്കിൽ വേറെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് റീഡിംഗ് ലൈറ്റ് വരുന്നത് ഈ നമ്മളുടെ ഡോർ ഹാൻഡിൽസിനകത്തായിട്ടാണ് റീഡിംഗ് ലൈറ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം പറഞ്ഞാൽ ഞാൻ റീഡിംഗ് ലൈറ്റ് നോക്കിയിട്ട് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള ഒരു ഫീച്ചേഴ്സ്. കിയ സെൽറ്റോസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ട് നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ട്. പിന്നെ മറ്റെല്ലാ വാഹനങ്ങളിലും കാണുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഇതിലും കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഹിൽ ഹോൾഡ് വരുന്നുണ്ട്, പിന്നെ ABS EBD ട്രാക്ഷൻ കൺട്രോള്, ടയർ പ്രഷർ വാർണിംഗ്, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടാണ് വരുന്നത്. പുതിയ കിയ സെൽറ്റോസിൻ്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയൻറ്റ് നിങ്ങൾക്ക് പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആണ്. HTE പെട്രോൾ ബേസ് വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,16,000 രൂപയാണ്. ബേസ് വേരിയന്റിൽ മാനുവൽ മാത്രമേ ഉള്ളൂ. ഇനി ഡീസൽ ബേസ് വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 14,90,000 രൂപയാണ് HTE ഡീസൽ സെൽറ്റോസിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ HTK പ്ലസ് എന്ന് പറയുന്ന തേർഡ് വേരിയന്റ് ആണ്. ഈ തേർഡ് വേരിയന്റിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് പെട്രോൾ അവൈലബിൾ ആണ്, ഡീസൽ അവൈലബിൾ ആണ്, ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്, മാനുവൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓട്ടോമാറ്റിക് എല്ലാവർക്കും അറിയാം 6 സ്പീഡ് മാനുവൽ വേരിയന്റ് ആണ് വരുന്നത്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന കഴിയുമ്പോൾ നമുക്ക് പെട്രോൾ വേരിയന്റിൽ IVTയും ഡീസൽ വേരിയന്റിൽ ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ HTK പ്ലസ് പെട്രോൾ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ്, മാനുവലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 16,93,000 രൂപയാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 18,86,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ ഡീസൽ മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 19 ലക്ഷം രൂപയാണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ 20,68,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ HTK പ്ലസ് വേരിയന്റിൽ ആദ്യം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആയിരുന്നില്ല. ഇപ്പോൾ ഓട്ടോമാറ്റിക്കും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനുവലും ഓട്ടോമാറ്റിക്കും തമ്മിൽ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് വരുന്നത്. സെൽറ്റോസിന്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വിത്ത് ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ. ഡീസലിലേക്ക് പോയി കഴിഞ്ഞാൽ 1.5 ലിറ്റർ ടർബോ ചാർജ് ഡീസൽ എഞ്ചിൻ വിത്ത് ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ. അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഓപ്ഷനുകളിലും നിങ്ങൾക്ക് സെൽറ്റോസ് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, IVT ഉണ്ട്, പിന്നെ IMT ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ ഓപ്ഷനിലും നിങ്ങൾക്ക് സെൽറ്റോസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ പ്രൈസ് റേഞ്ചിനനുസരിച്ചുള്ള വേരിയന്റുകളും ഇപ്പോൾ തിരഞ്ഞെടുക്കാം. ഇപ്പോൾ HTK പ്ലസ് തൊട്ട് നമുക്ക് പനോരമിക് സൺറൂഫും കിയ ആഡ് ചെയ്തിട്ടുണ്ട്. കിയയുടെ വാഹനങ്ങൾക്ക് ഇപ്പോൾ 100% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം നിങ്ങൾക്ക് 2 ലക്ഷം രൂപ നിങ്ങൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പെർ ലാക്കിന് ഏകദേശം 1,650 രൂപ വെച്ചാണ് അടവ് വരിക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ റെഗുലർ വ്യൂവേഴ്സ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. കിയ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പുതിയ വാഹനം മേടിക്കാനാണെങ്കിൽ നെക്സ്റ്റ് വാഹനത്തിന്റെ ഇഷ്യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.